റബ്ബർ ബാൻഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് രൂപമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക? ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിലോ ഒക്കെയുള്ള ഒരു കളക്ഷൻ്റെ രൂപമായിരിക്കില്ലേ? എന്നാൽ അത് തെറ്റി. ഇത് കഴിഞ്ഞ 32 വർഷക്കാലമായിട്ട് ഞാൻ കളക്ട് ചെയ്യുന്ന റബ്ബർ ബാൻഡുകൾ സ്വരൂപിച്ച് ഒരു ബോൾ രൂപത്തിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് 160 കിലോ, വ്യാസം 64 സെൻറ്റിമീറ്ററാണ്. 92 ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയതും. പിന്നെ എനിക്ക് കിട്ടുന്നതായ റബ്ബർ ബാൻഡുകൾ മുഴുവനും കളക്ട് ചെയ്യും. അത് നല്ലപോലെ വാഷ് ചെയ്യും. പല പരിസ്ഥിതിയിൽ നിന്ന് പല കാലാവസ്ഥയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. അത് ഞാൻ മുഴുവൻ വാഷ് ചെയ്തിട്ട് പെട്രോൾ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് അതിൻ്റെ പുറകിലാണ് അതിന് ശേഷമാണ് ഈ ചെറിയ ചെറിയ ബോളാക്കി വെച്ചിരുന്നത് ആദ്യം. പിന്നെ ഒരു 10-20 കിലോ വെയിറ്റ് വന്നപ്പോഴേക്കും ചുറ്റി വന്നപ്പോൾ നമുക്ക് അതേ ഒറ്റയടിക്ക് അങ്ങനെ ഒരേ റിങ്ങായിട്ട് ഇടാനുള്ള റബ്ബർ ബാൻഡ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഒരു ചെയിൻ രൂപത്തിലാക്കിയെടുക്കാം എന്നൊരു കണക്കൂട്ടലിൽ ഞാൻ ആ 20 കിലോ വെയിറ്റുള്ള ബോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത്തടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഞാൻ അപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നു. ഓരോരുത്തർ ബന്ധുക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ് ഉള്ള റബ്ബർ ബാൻഡുകളൊക്കെ എല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞിട്ട് ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞത്. ഏതായാലും 10 പൈസ മുടക്കില്ല. അര കിലോ 3/4 കിലോ ആകുമ്പോഴേക്കും ഒരു ചെറിയൊരു ബോളാക്കി ചെയിൻ രൂപത്തിൽ ചങ്ങല പോലെ ഇങ്ങനെ ചുറ്റി കെട്ടി വലിച്ച് ആക്കി വയ്ക്കും. അപ്പോൾ ആദ്യം 20 കിലോ വെയിറ്റുള്ള ആ ബോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്തു, നിരുത്സാഹപ്പെടുത്തി ചെയ്തിട്ടില്ല. നമ്മളിത് വലിച്ചെറിയണ സാധനം, എല്ലാവരും വലിച്ചെറിയണ സാധനമാണ്. കണ്ടപ്പോൾ അതിനോടൊരു താല്പര്യം തോന്നി, നല്ല കാര്യമാണ്, ശരി എങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ചേട്ടനെ ഞാൻ സപ്പോർട്ട് ചെയ്തു, മക്കളും സപ്പോർട്ട് ചെയ്യും. ഇതുപോലെ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവരും അത് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അച്ഛന്. ഇത്രമാത്രം റബ്ബർ ബാൻഡുകൾ നമ്മൾ വലിച്ചെറിഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗത്ത് കിടക്കുമ്പോൾ അത് മണ്ണിനോട് ഒരിക്കലും അലിഞ്ഞു തരില്ല. അപ്പോൾ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആ ദോഷം മാറ്റിയെടുക്കാനായിട്ട് ഞാൻ എല്ലാം കൂടി സ്വരുക്കൂട്ടി എൻ്റെ വീട്ടിൽ ഞാനത് കളക്ട് ചെയ്ത് സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനിയും ഓരോരുത്തർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, റബ്ബർ ബാൻഡ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞത്. അങ്ങനെ ഈ ന്യൂസ് അറിയുന്ന, ഈ വിവരം അറിയുന്ന ആരായാലും ഏത് സ്ഥലത്തായാലും ശരി എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ ഒന്ന് ശേഖരിച്ചിരിക്കും. ഇത്തരത്തിൽ റബ്ബർ ബാൻഡുകൾ ആരെങ്ങളുടെയും കൈവശമുണ്ടെങ്കിൽ നമുക്കത് സുരക്ഷിതമായി ഏൽപ്പിക്കാനൊരു ചേട്ടനുണ്ട്, മുപ്പത്തടുത്ത് താമസിക്കുന്ന കൃഷ്ണൻ ചേട്ടൻ. ആ ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ആ റബ്ബർ ബാൻഡ് എല്ലാം ഭദ്രമായി ഈ ഒരു ബോളായി മാറും. മനോജ് മാർച്ചേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.